ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. സാധാരണ ഞാൻ ഇങ്ങനെ ഒരു വണ്ടിയുടെ പ്രൊഡക്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞൊരു ലോങ് വീഡിയോ ചെയ്യാത്തതാണ്, നമ്മളതൊരു ഷോർട്സിലാണ് ഒതുക്കാറുള്ളത്. ഏതായാലും ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് കാലമായിട്ട് നമ്മളെല്ലാവരും മാരുതി സുസുക്കി അല്ലെങ്കിൽ സുസുക്കിയുടെ ഇലക്ട്രിക് വാഹനം വരുന്നു എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതാണ്. ഈ വിറ്റാര എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞിരുന്നത്. ഇടയ്ക്ക് വെച്ച് ESQ എന്നൊക്കെ പറഞ്ഞുള്ളൊരു പേരിൽ ഈ വണ്ടി അവർ റോഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് അറിയില്ല. ചിലപ്പം പേര് മാറ്റുമോ പേര് മാറ്റാതിരിക്കുമോ, അതെന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ ഇഷ്ടം. എന്തായാലും നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ വണ്ടിയെ പറ്റിയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ, അതായത് ഇപ്പോൾ ഈ വിറ്റാര എന്ന് പറഞ്ഞ പേരിൽ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഗുജറാത്തിലെ ഹൻസൽപൂർ എന്ന് പറഞ്ഞ പ്ലാന്റിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ 3 ഇത് വരുന്നുണ്ട്, അതായത് 3 ലൈൻ വരുന്നുണ്ട് പ്രൊഡക്ഷൻ ലൈൻ. അതിൽ 3ാമത്തെ ലൈനിലാണ് ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ PM മോദിയൊക്കെയാണ് വന്നത്. അതുപോലെ വേറെ 3 പേരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സുസുക്കിയുടെ പ്രസിഡൻ്റായ തോഷിഹിറോ സുസുക്കി, അങ്ങനെയാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. എനിവേ, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. വണ്ടിയുടെ പ്രൊഡക്ഷൻ തുടങ്ങി എന്നുള്ള കാര്യത്തിൽ പ്രസക്തിയുള്ളൂ. ഏതായാലും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിനൊന്നും വ്യത്യാസമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ആദ്യം തന്നെ ഈ വണ്ടിയെ പറ്റി ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ ഇതിൻ്റെ എക്സ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ. അതിനാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ വണ്ടിയുടെ ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നൊരു 90% ആൾക്കാർക്കും അറിയായിരിക്കും എന്നെനിക്കറിയാം. കാരണം നമ്മൾ 2025 ഓട്ടോ എക്സ്പോ മുതൽ വണ്ടി കാണുന്നതാണ്. ഈ വണ്ടി കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ചധികം കാലം. ഇത് വരുന്നു എന്ന് പറയുന്നതല്ലാതെ എപ്പോൾ വരും എന്നുള്ളത് അറിയില്ലായിരുന്നു. സത്യത്തിൽ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ഇത് ലോഞ്ച് ആവുമെന്നൊക്കെ പറഞ്ഞു അന്ന് ഓട്ടോ എക്സ്പോയുടെ സമയത്ത്. പക്ഷെ പിന്നീട് അതിങ്ങനെ ലാഗായി ഡിലേ അടിച്ച് ഇപ്പോൾ ഇത്രയും കാലമായി. ആൻഡ് ഇപ്പോഴും ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യയിലെ ലോഞ്ച് 2025 അവസാനത്തോടു കൂടിയേ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മിക്കവാറും സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ പ്രൈസ് അവർ പറയുമായിരിക്കും. പക്ഷേ വണ്ടി എപ്പോഴത്തേക്ക് ഡെലിവറി കൊടുത്തു തുടങ്ങും എന്ന് നമുക്കറിയില്ല. അതായത് പ്രൊഡക്ഷൻ ഇപ്പോൾ തുടങ്ങി, പക്ഷേ ഇന്ത്യയിലേക്ക് എപ്പോൾ അത് ഡെലിവറിക്ക് പോകും എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. ആൻഡ് ഈ വണ്ടി സത്യത്തിൽ അവരൊരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സ്പോർട്ട് യൂണിറ്റ് പോലെയാണ് നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, പണ്ടൊക്കെ അവർ ജിംനി ഇവിടെ 3 ഡോർ ജിംനി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പരിപാടിയാണ്. പക്ഷെ അവർ ആദ്യം തന്നെ ഈ വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്യും എന്ന് മാത്രം. ഈ വണ്ടി 100ഓളം കൺട്രീസിലേക്ക് ഇവർ വേറെ എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പകുതിയിൽ കൂടുതൽ വണ്ടികളും എക്സ്പോർട്ട് മാർക്കറ്റ്സിന് വേണ്ടി തന്നെയാണ് പോകുന്നത്. അതിൽ 2 മെയിൻ സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് UK ആണ്, അതുപോലെ തന്നെ പിന്നെ ജപ്പാനാണ്. ഈ UK ഓൾറെഡി ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡെലിവറിയും കൂടെ കൊടുത്തു തുടങ്ങിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. ഇവിടെ വരുന്നതിന് മുന്നേ ഈ വണ്ടി UK വന്നു. അവിടെ ആൾക്കാർക്കൊക്കെ വണ്ടി ഓടിക്കാനും കിട്ടി. അതായത് മീഡിയ ചാനൽസിലൊക്കെ അവർ ഡ്രൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇതിന് പുറമെ മറ്റ് പല യൂറോപ്യൻ കൺട്രീസിലേക്കും ഈ വാഹനത്തിൻ്റെ എക്സ്പോർട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 100+ കൺട്രീസിലേക്കാണ് അവർ എക്സ്പോർട്ട് ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം ഇന്ത്യ അവരുടെ ഒരു മെയിൻ ടാർഗറ്റ് മാർക്കറ്റ് അല്ല എന്നല്ല. പക്ഷേ ഇന്ത്യയെ ഒരു സൈഡ് മാർക്കറ്റായിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോൾ വേറെ ചില വണ്ടികൾ, ഇപ്പോൾ സ്വിഫ്റ്റോ വാഗണാറോ ബലനോ അങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് ശരിക്കും ഇന്ത്യക്ക് വേണ്ടി തന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടികളാണ്. പക്ഷേ ഇതൊരു ഗ്ലോബൽ പ്രൊഡക്റ്റാണ്, ഇന്ത്യയിൽ അവരുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഈ വണ്ടിയെല്ലാം വിറ്റ് തീർക്കണം എന്നവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അതിലൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി അവർക്ക് ഇന്ത്യയിൽ അത്ര ലോ പ്രൈസിൽ ഇറക്കി മാർക്കറ്റ് പിടിച്ചു പറ്റിക്കോളണം എന്ന് വലിയ നിർബന്ധം ഉണ്ടാവണം എന്നില്ല. സോ ഇത് പ്രൈസ് ഏകദേശം ഒരു ക്രെറ്റ EVയുടെ ഒക്കെ അടുത്തായിട്ട് വരികയാണെങ്കിൽ അത്ര കോമ്പറ്റീറ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ആ പ്രൈസ് പോയിന്റിൽ, അതായത് ഇത്തിരി കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹാരിയർ EV ടാറ്റ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം ക്രെറ്റ EVയുടെ പ്രൈസിലാണ് ഇപ്പോൾ നമുക്ക് ഹാരിയർ EVയുടെ ഫിയർലെസ് പ്ലസ് ഒക്കെ കിട്ടുന്നത്. സോ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഐ മീൻ പ്രൈസ് പോയിന്റിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം സുസുക്കി എന്താണ് ഈ വണ്ടിയുടെ പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിക്കാൻ പോകുന്നതെന്ന്. അത് അവരെന്തെങ്കിലുമൊക്കെ ഇത്തിരി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയ്താൽ നല്ല റിസൾട്ട്സ് കിട്ടുള്ളൂ. പക്ഷേ ചെയ്യാൻ പറ്റും, അത് സുസുക്കി ആയതുകൊണ്ട്. ഇവർക്ക് ആക്ച്വലി ഇവിടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ മാത്രമല്ല, നമ്മുടെ ഒരു ലിഥിയം അയൺ മാനുഫാക്ചറിങ് സെൽസിൻ്റെയും കൂടെ പ്രൊഡക്ഷൻ അവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ ബ്ലോൺ നമ്മുടെ ഈ വലിയ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ബാറ്ററിയുടെ സെൽസ് അല്ല. പക്ഷേ അതിന് പകരം നമ്മുടെ ഹൈബ്രിഡ് വാഹനങ്ങൾ, അതായത് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങളുടെ ലിഥിയം അയോൺ ബാറ്ററീസും അതിൻ്റെ സെൽസും അതിനൊക്കെ മാനുഫാക്ചറിങ് ആണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതൊരു നല്ല മൂവാണ്. കാരണം നമുക്കിനി കുറച്ച് കഴിയുമ്പോഴേക്കും ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇവരുടെ തന്നെ ഒരു എന്താ പറയുക, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ബാറ്ററീസ് നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ലോക്കലൈസേഷൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം മാരുതി സുസുക്കി, അതായത് സുസുക്കി ബാറ്ററി എടുക്കുന്നത് നമ്മുടെ BYDയുടെ കയ്യിൽ നിന്നാണ്. ബ്ലേഡ് ബാറ്ററി ടെക്നോളജി പോലത്തെ ടെക്നോളജി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്.
ഇനി പ്രൊഡക്ഷനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ഈ 2026 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും, അതായത് ഇനി അങ്ങോട്ടുള്ള 2026 മാർച്ച് 31 വരെ 67,000 വണ്ടികളാണ് അവരിതിനെ പ്രൊഡ്യൂസ് ചെയ്ത് തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റാണ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ അവരിതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ഡിമാൻഡ് അനുസരിച്ച്. ഡിമാൻഡ് കുറവാണെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷെ എന്തായാലും ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. ഇനി ഇതിൻ്റെ ബാക്കി സ്പെക്സിനെ പറ്റിയൊക്കെ ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് 10.1 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ കിട്ടുന്നുണ്ട്. സെൻട്രൽ കൺസോൾ ആണെങ്കിലും, അതായത് മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഡിസൈൻ ഇൻറ്റീരിയറിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു ടിപ്പിക്കൽ സുസുക്കി ഡിസൈൻ അല്ല വന്നിരിക്കുന്നത്. AC കൺട്രോൾസ് ആയിക്കോട്ടെ, സെൻട്രൽ പാനലിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, അതുപോലെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നതിൻ്റെ ഡിസൈൻ, സെൻട്രൽ കൺസോളിൽ വരുന്ന നമ്മുടെ റോട്ടറി നോബ്സ് ആയിക്കോട്ടെ, AC വെൻസിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും ബാക്കിയുള്ള ടിപ്പിക്കൽ സുസുക്കി വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീനിൻ്റെയൊക്കെ UI ഒക്കെ ആണെങ്കിലും അതിലും നല്ല വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വന്നിരിക്കുന്നത്. ചെറിയ സ്ഥലങ്ങളിൽ കുറച്ച് സിമിലാരിറ്റീസ് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ അല്ലാത്ത പക്ഷം അവരൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിമിലർ ആയിട്ടുള്ള സാധനം കാണാൻ പറ്റുന്ന ഡോർ ഹാൻഡിൽസ് ആണ്. അത് അവരിപ്പോഴും മാറ്റിയിട്ടില്ല. പണ്ട് തൊട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആ സെയിം ക്രോം ഡോർ ഹാൻഡിൽസ്. ഇതിപ്പോൾ ഈ സെയിം സാധനം കൊടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10 വർഷത്തിനടുത്തായിരുന്നു. ഇതുവരെ ഒരു മാറ്റമില്ല. അത് തന്നെ ഈ വണ്ടിയിലും എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു മോശം കാര്യമല്ല. പക്ഷേ സ്റ്റിൽ അവർക്ക് മാറ്റണമെങ്കിൽ മാറ്റാമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ ബാറ്ററി പാക്കൊക്കെ അതിലേക്കൊക്കെ വരികയാണെങ്കിലും 49 kWh അതുപോലെ 61 kWh ബാറ്ററി പാക്കുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവും അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷനും അവൈലബിൾ ആയിരിക്കും. ഫ്രണ്ട് വീൽ ഡ്രൈവിൽ നമുക്ക് 2 ബാറ്ററി ഓപ്ഷൻസും കിട്ടും. ഓൾ വീൽ ഡ്രൈവിൽ ആകപ്പാട് 61 kWh മാത്രമേ കിട്ടുള്ളൂ. ആൻഡ് പവർ ഫിഗേഴ്സ് ആണെങ്കിലും 145 PS 171 PS ആണ് ഇതിൻ്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡൽസിൽ കിട്ടുന്നത്. ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് 185 PS വരെ പവർ വരുന്നുണ്ട്. അതിൽ 300 Nm ടോർക്കും വരുന്നുണ്ട്. മറ്റേതിന് അത്രയും ടോർക്കില്ല, ടോർക്ക് കുറവാണ്. 190 Nm അടുത്താണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലിന് വരുന്ന ടോർക്ക്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡൽ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നതെന്ന്. കാരണം ഓൾ വീൽ ഡ്രൈവ് ഇത്തിരി കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ റേഞ്ചിലും കുറച്ച് വ്യത്യാസം വരും. ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് ഒന്നും അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ സുസുക്കി പറയുന്നതനുസരിച്ച് MIDC ക്ലെയിംഡ് റേഞ്ച് എങ്ങനെയായാലും 61 kWh മോഡലിൻ്റെ 500 കിലോമീറ്റേഴ്സിന് മുകളിലായിരിക്കും എന്നാണ്. അതിൽ സംശയമൊന്നും വേണ്ട. 61 kWh എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈസുള്ളൊരു ബാറ്ററി പാക്ക് തന്നെയാണ്. ഇപ്പോൾ റെഫറൻസിന് വേണ്ടി പറയാനാണെങ്കിൽ നമ്മുടെ B6-ലും XUV9-യുടെയും ബേസിക് സ്പെക്കിൽ വരുന്നത്, അതായത് ലോവർ ബാറ്ററി കൺഫിഗറേഷൻ 59 kWh ആണ്. അതുപോലെ ഹാരിയർ ഇവയുടെ ലോവർ ബാറ്ററി കൺഫിഗറേഷൻ 65 kWh ആണ്. സോ അതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ആയിട്ട് വരും ഇവരുടെ ഏറ്റവും ഹയർ സ്പെക് ബാറ്ററി കൺഫിഗറേഷൻ. പക്ഷേ 49 kWh എന്ന് പറയുന്നത് ഇത്തിരി കുറവാണ്. അതിൻ്റെ റിയൽ ലൈഫ് റേഞ്ച് ഏകദേശം ഒരു 300 to 320 അടുത്ത് വരുമായിരിക്കും. 61 kWh ആകുമ്പോഴേക്കും നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് ഏകദേശം ഒരു 400 to 430 അടുത്തൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ ഔട്ട് റേറ്റ് ആക്സലറേഷൻ ബേസ് ചെയ്തല്ല ഒരു വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ B6 പോലെ ഭയങ്കര ഇൻസിയൻ ആക്സലറേഷൻ ഓർ ഈവൻ ഹാരിയർ EV ആണെങ്കിൽ പോലെ അതിൻ്റെയൊക്കെ ആക്സലറേഷൻ ഭയങ്കര ഫാസ്റ്റാണ്. അങ്ങനെ ഒരു വണ്ടിയായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. കുറച്ചും കൂടെ ഒരു ലീനിയർ ആക്സലറേഷൻ അല്ലേ. എല്ലാ EVSും ലീനിയർ ആക്സലറേഷനാണ്. പക്ഷെ എന്നാലും എടുത്തിട്ടടിക്കുന്ന പോലത്തെ പവറൊന്നും ഇല്ലാത്ത നോർമൽ ആൾക്കാർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പവറൊക്കെ ഇതിനുണ്ടാവുള്ളൂ. പിന്നെ ഫസ്റ്റ് ഇലക്ട്രിക് വാഹനമാണെന്ന് പറഞ്ഞാലും ഇവർ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് ഏതെങ്കിലും പെട്രോൾ വണ്ടിയുടെ പ്ലാറ്റ്ഫോം എടുത്ത് അതിൻ്റെ അകത്ത് ഇലക്ട്രിക് ആക്കിയതല്ല. അതുപോലെ തന്നെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിലും സുസുക്കി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 100ഓളം അവരുടെ സർവീസ് സെൻറ്റേഴ്സിലും അതുപോലെ ഷോറൂംസിലൊക്കെ ആയിട്ട് ചാർജേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആ ചാർജേഴ്സിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ലോഞ്ച് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ ഇത്രയും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് പുറമെ ഇവരുടെ ആപ്പിൽ തന്നെ നമുക്ക് 1500+ ചാർജേഴ്സൊക്കെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിപ്പം മിക്ക കമ്പനികളും ചെയ്യുന്നതാണ്. ആപ്പ് അതായത് എവിടേക്കാണ് അടുത്ത ചാർജേഴ്സ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാനൊക്കെ പറ്റും. എന്തായാലും ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയുക. നിങ്ങളിതിന് വേണ്ടി വെയിറ്റിംഗ് ആണോ, അല്ല ഇലക്ട്രിക് വണ്ടി വാങ്ങുകയാണെങ്കിൽ ഇത് ഇതായിരിക്കും എന്നൊക്കെ പറയുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.